ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ബ്ലോഗ് എന്ന് പറയുന്നത് വറുത്തരച്ച തേങ്ങ വെച്ച് നമ്മൾ കൊഞ്ച് തീയലുണ്ടാക്കുന്നു. വറുത്തരച്ച കൊഞ്ച് തീയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ്. അപ്പോൾ കൊഞ്ചൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി ഇനി തീയലിന് വേണ്ടുന്ന തേങ്ങ, നല്ല വിളഞ്ഞ തേങ്ങ തിരിങ്ങിയതും കറിവേപ്പിലയും എണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ചൂട് ചീനിച്ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ ഇളക്കണം. തേങ്ങ നമ്മൾ വറുത്തെടുക്കണം നല്ലതുപോലെ. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കാവുള്ളൂ. നമ്മുടെ തേങ്ങ നല്ലതുപോലെ മൂത്ത് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടുന്ന മസാലകൾ ചേർക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് ഈ വറുത്ത തേങ്ങയ്ക്കകത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടി കരിയാതെ നോക്കണം. പൊടികളെല്ലാം കൂടി മിക്സായി നമ്മുടെ തേങ്ങ വറുത്തത് സെറ്റായി ഇരിക്കുകയാണ്. ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് ചെറു ചൂടോടെ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങയിലുള്ള എണ്ണയും കൂടി ഇറങ്ങുമ്പോഴത്തേക്കും നല്ലതുപോലെ അരഞ്ഞു കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി വെള്ളത്തിലിട്ടേക്കുന്നതാണ്. തീയലിന് നമുക്ക് മെയിനായിട്ടും പുളി വേണമല്ലോ. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇടുക. അരിഞ്ഞു വെച്ച കൊച്ചുള്ളി, പച്ചമുളക്, ഉരുളൻകിഴങ്ങ് ഇതെല്ലാം കൂടിയിട്ട് ഈ എണ്ണയിലിട്ട് വാട്ടിയെടുക്കുക. കൊച്ചുള്ളി നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് ഉപ്പൂടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. വാട്ടിയ തക്കാളിയും ഉള്ളിയും ഉരുളൻകിഴങ്ങും പച്ചമുളകും ഇപ്പം നമ്മളിട്ട കൊഞ്ചൂടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അടുപ്പിൽ കടന്ന് നമ്മുടെ കൊഞ്ചൊക്കെ ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പിൻ്റെ ബാലൻസ് എല്ലാം കൂടെ കഴുകി ഒഴിക്കുന്ന വെള്ളവും നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരപ്പും കൊഞ്ചൂടെ ഇളക്കിയെടുക്കുക. കാണുമ്പോഴേ നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലേ. നമ്മുടെ പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള കൂട്ടുകളെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴല്ലേ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ നല്ലതുപോലെ വേവത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കൊഞ്ച് തീയൽ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അവിടെ ഒരു കൊഞ്ചിൻ്റെ തല എൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന കണ്ടില്ലേ.
എനിക്ക് കൊതിയാവുന്ന ചോറിൻ്റെ കൂടെ തീയൽ കൂട്ടി കഴിക്കാനായിട്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഞങ്ങളുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബായ്.